രാമൻ, മുജുകുന്ദൻ എന്നീ 3 മഹർഷിമാർക്ക് 3 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 3 ശിവലിംഗം കിട്ടി. ഒരാൾ എന്ത് ചെയ്തു, തളിക വട്ടത്തിൽ പരിശുദ്ധിയുള്ളൊരു സ്ഥലം കണ്ടു. അവിടെ ഒരാളത് ആദ്യം പ്രതിഷ്ഠിച്ചു. അതിൻ്റെ മേലെയാണ് മറ്റ് 2 ശിവലിംഗങ്ങൾ വന്നത്. അതാണ് രാജരാജേശ്വരൻ്റെ ശിവലിംഗത്തിൻ്റെ ഹൈറ്റ് കൂടാൻ കാരണം. തളികവട്ടപ്പറമ്പാണ് പിന്നീട് തളിപ്പറമ്പായത്. അങ്ങനെ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലെ കൂവളപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം അവിടെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം കൂടിയുണ്ട്. ശങ്കരനാരായണ പൂജയുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് ശിവന് കൂവളം ഇഷ്ടമാണെങ്കിലും വിഷ്ണുവിന് കൂവളം പറ്റില്ല. അതുകൊണ്ടാണ് കൂവളം അവിടെ ഉപയോഗിക്കാത്തത്. പിന്നെ ശിവരാത്രിക്കാണ് ഏറ്റവും അധികം ജനങ്ങളുണ്ടാകുന്നത്. ഏറ്റവും അധികം പ്രൗഢിയും രാജരാജേശ്വരനുള്ളത്. ശിവരാത്രി ആയെന്ന് ഈ രാജരാജേശ്വരനെ കാണാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി പുറപ്പെട്ടു. ഇത് അറിഞ്ഞിട്ട് നാരദൻ എന്ത് ചെയ്തു, മഹാവിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞു, അടുത്ത് പോയിട്ട് പറഞ്ഞു, മഹാലക്ഷ്മി രാജരാജേശ്വരനെ ഇന്ന് കണ്ടാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല. അത്ര പ്രൗഢിയിലായിരിക്കും അവിടെ അങ്ങ് കൂടുവന്നു. ഉടനെ എന്ത് ചെയ്തു, മഹാവിഷ്ണു തൃച്ചമ്പലത്തുള്ള ശ്രീകൃഷ്ണനെ നേരെ ശിവന്റെ അടുത്തേക്ക് അയച്ചു. ഈ കൃഷ്ണൻ ശിവന്റെ മടിയിൽ പോയി ഇരുന്നു. നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണനും ശിവനും, മഹാലക്ഷ്മി നോക്കുമ്പോൾ സുബ്രഹ്മണ്യനും ശിവനും. കൃഷ്ണന് നമ്മൾ കാണുന്നത് കൃഷ്ണനേട്ടനെ, മഹാലക്ഷ്മി ശിവന്റെ മടിയിലിരിക്കുന്ന സുബ്രഹ്മണ്യൻ. അച്ഛൻ്റെ മടിയിൽ മകൻ ഇരിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് പ്രേമാഭ്യർത്ഥന നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തത്. മഹാലക്ഷ്മി എന്ത് ചെയ്തു, തൊഴുത് തൃപ്തിയോടുകൂടി തിരിച്ചുപോയി. അതുകൊണ്ട് ലക്ഷ്മീപുരം എന്നൊരു പേര് കൂടി ആ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൻ്റെ ആ പ്രദേശത്തിനുണ്ട്. തളിപ്പറമ്പ് തളികവട്ടപ്പറമ്പ് ഉണ്ടായതാണ്. പിന്നെ കലാകാരന്മാരെയൊക്കെ ആദരിക്കുന്ന കൊട്ടുംപുറം ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. Okay. Sir, thank you very much. Really. Tell me, you want to say something else? No elephant will be bought in that temple. Yes, you told. Rajarajesh also not. Only gifted elephants will be used there. Used there. Yes, Rajarajesh, they are not supposed to buy elephant from others. Even our Yedurappa gifted the elephant only. You can. Our all Karnataka politician visits most of the months. Kumaraswamy, DK Shivakumar, Yedurappa. Very nice. Thank you, sir. Thank you very much. So you are from where? I'm from Mangalore, Mangalapuram. Yes. Oh, then you can speak Malayalam. Malayalam ko sir,